ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള വില്ലയാണ്. 4.5 സെൻസിൽ 1736 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 BHK വില്ല. ഈ ഒരു വില്ല നമ്മൾ ഇന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷനാണ്. അതായത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഹൈവേയുടെ ഒരു ആക്സസബിലിറ്റി. മെയിൻ ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തൃശ്ശൂരൊക്കെ പോകുമ്പോഴുള്ള മെയിൻ ഹൈവേന്ന് ഒരു 700 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ഈ ഒരു ഹൈവേ ആക്സസബിലിറ്റിയിൽ അല്ലെങ്കിൽ എയർപോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മളോട് ഒത്തിരി ചോദിക്കാറുണ്ട്. നമ്മളിതിൽ മുൻപും പല വില്ല പ്രോജക്റ്റുകളും ഇൻഡിപെൻഡൻറ്റ് വില്ലകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് സെയിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിൽ ഇപ്പോഴും നമുക്ക് നല്ല രീതിയിൽ എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ എടുത്തത്. അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം ഹൈവേന്ന് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്ന ആ ഒരു വഴിയിലെല്ലാം നമുക്ക് വലിയ വലിയ ഇൻഡിപെൻഡൻറ്റ് വീടുകളാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്, നല്ല ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിലേക്ക് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കാനുണ്ടായൊരു സാഹചര്യം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പം ഈ ഒരു വാക്ക് ത്രൂ ഒക്കെ കണ്ടിട്ട് ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ദിവസമെങ്കിലും മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് ഇൻഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക്. ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എലിവേഷനാണ്. 4.5 സെൻസിൽ 1736 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. സെമി ഫേർണിഷ്ഡ് ആണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 80 ലക്ഷമാണ്. അപ്പം 80 ലാക്സിന് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു വില്ല എന്ന് പറയുന്നത് ശരിക്കും നല്ല വേർത്താണ്. നമുക്ക് കാർ പാർക്കിങ്ങിൽ ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൈഡിൽ നമുക്കൊരു ചെറിയൊരു കാർ വേണമെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ഈ കാണുന്നതെന്ന് പറയുന്നത് മെയിൻ ഡോറാണ്. ഓക്കെ, മെയിൻ ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ലിവിങ് ഏരിയ ആണ്. അപ്പം ഈ ഒരു വീട് സെമി ഫേർണിഷ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂവബിൾ ഫേർണിച്ചേഴ്സ് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ബാക്കി നമുക്ക് സ്റ്റോറേജ് സ്പേസും ലൈറ്റും ഫാനും എല്ലാം നമുക്ക് ഈ ഒരു വീട്ടിലുണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. ആ കാണുന്നത് നമുക്കതിൻ്റെ വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടെ പോഷായിട്ടൊക്കെ ഇൻറ്റീരിയർ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇവർ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് പറയുന്നത് കിച്ചണാണ്. കിച്ചൺ ശരിക്കും പറഞ്ഞൊരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഇവർ കിച്ചന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചനോട് അടുത്ത് വരുന്നത് പിന്നെ നമുക്ക് വർക്ക് ഏരിയ ആണ്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ സെക്കൻഡ് കിച്ചണായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് ബേസിക്കലി വർക്ക് ഏരിയ ആണ്. ഇവിടെ നമുക്ക് സ്ലാബും സിങ്കും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് മെഷീനുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൂമിലൊന്നും ഉപയോഗിക്കാതെ നമുക്കിവിടെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോമൺ ടോയ്ലറ്റ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആണ്. മിക്കവാറും എല്ലാവരും ആ ഒരു കോമൺ ടോയ്ലറ്റ് പല പ്ലാനിലും ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് താഴെയുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് നല്ല വെന്റിലേഷൻ ഉണ്ട്. നല്ല വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. എഗെയിൻ ഇതിന് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ ടോയ്ലറ്റാണിത്. അപ്പം ഇതിൻ്റെ കളറ് ഈ ഒരു കോമ്പിനേഷനിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ഡീസൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ പ്രൈസിങ്ങുമാണ്. ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഈ അപ്പർ ലിവിങ് ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി റൂമുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. മുകളിൽ നമുക്ക് 3 റൂമുകളാണ് വരുന്നത്. ഇത് ആദ്യത്തെ റൂമാണ്. ഇതൊരു കിഡ്സ് റൂം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവർ യൂസ് ചെയ്തിരുന്നത്. സോ ഇതാണ് ആ ഒരു റൂം. ഇവിടെയും നമുക്ക് നല്ലൊരു ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളും വിൻഡോസും എല്ലാം നമുക്ക് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഇതാണ്. ആ ഒരു കിഡ്സിൻ്റെ ഒരു തീമിലുള്ള ഒരു ടൈൽസും കാര്യങ്ങളും അത് അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂംസിൻ്റെയും കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ താഴെ കണ്ടല്ലോ, ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം സൈസിൽ മുകളിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ 4 റൂമുകളുണ്ട്. അതിൽ 3 എണ്ണമാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 3 റൂമുകളും നമുക്ക്
അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഒരു കളർ വരുന്നത്. അപ്പോൾ 3 ബാത്റൂംസിനും 3 കളർ കോമ്പിനേഷനാണ്. മൊത്തം നമ്മളിപ്പോൾ 4 ടോയ്ലറ്റ്സ് കണ്ടു. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, പിന്നെ ഒരു സെർവൻറ്റ് ടോയ്ലറ്റും കണ്ടു. ഇനി ഈ റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൾട്ടിപർപ്പസ് റൂം എന്ന് പറയായിരിക്കും നല്ലത്. കാരണം ഇതൊരു സ്റ്റഡി റൂം ആക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് പേര് വീട്ടിൽ തന്നെ ഓഫീസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓഫീസ് റൂം ആക്കാം. ആ ഒരു റൂമിനോട് ചേർന്നിട്ട് നമുക്കൊരു വലിയൊരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു വർക്കൊക്കെ ചെയ്യാനിരിക്കുവാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു റൂമിന് നമുക്ക് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നില്ല. 3 അറ്റാച്ച്ഡ് ആയിട്ടും ഇതൊരു മൾട്ടിപർപ്പസ് റൂം എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു വലിയ ബാൽക്കണിയാണ്. നമ്മൾ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നാണ് ആ ഒരു ബാൽക്കണിയിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. ചെറിയൊരു പ്രോജക്റ്റാണ്, ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഒരു ക്രൗഡൊക്കെ താമസിക്കുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. താങ്ക് യു സോ മച്ച്.